അയോധ്യയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ 11:30 താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ തുടങ്ങും. 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അയോധ്യയിലെത്തും. അതിഥികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മുതിർന്ന BJP നേതാവ് LK അഡ്വാനി ചടങ്ങിൽ പങ്കെടുക്കില്ല. അതിശൈത്യത്തെ തുടർന്ന് യാത്ര ഒഴിവാക്കിയെന്നാണ് വിശദീകരണം. അയോധ്യ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ 5 പേർക്കും ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ജസ്റ്റിസ് അശോക് ഭൂഷൺ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുക. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ശോഭായാത്ര ഉൾപ്പെടെ സംഘടിപ്പിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഐക്യ സന്ദേശ റാലി ഇന്ന് നടക്കും. പഴുതടച്ച സുരക്ഷയാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. S. വിജയകുമാർ ഒപ്പം തന്നെ R. രാധാകൃഷ്ണൻ എന്നിവർ അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, എപ്പോഴാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുക? അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിനോടനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക? എത്ര മണിക്കാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴവിടെ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. 10:25 വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രധാനമന്ത്രി ഇറങ്ങുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പ്രത്യേക ഹെലിപ്പാഡിൽ ഇറങ്ങും. 10:55 പ്രധാനമന്ത്രി ഹെലിപ്പാഡിലെത്തുക. അതിനുശേഷം അദ്ദേഹം സരയുവിൽ പോകുമോ എന്ന് അറിയില്ല. സരയുവിൽ വലിയ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സരയു സന്ദർശനത്തിനുള്ള സാധ്യത ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഏതാണ്ട് 1 മണിക്കൂർ റിസർവ് ആയി വെച്ചിട്ടുണ്ട്. PMO ഓഫീസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഷെഡ്യൂളിൽ 1 മണിക്കൂർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 1 മണിക്കൂറിൽ അദ്ദേഹം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. 12:29 മുതൽ 12:31 വരെയുള്ള സമയത്ത് 84 സെക്കൻഡ്, അതായത് 1 മിനിറ്റും 24 സെക്കൻഡും ചേരുന്ന ആ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ആ 84 സെക്കൻഡ് 12:29 തുടങ്ങി 8 സെക്കൻഡ് കഴിഞ്ഞ് 12:31 മുമ്പുള്ള സെക്കൻഡുകൾ, ആ സെക്കൻഡുകൾ 84 സെക്കൻഡുകൾക്കുള്ളിലാണ് പ്രാണപ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതായത് ഈ രാംലല്ലയിലേക്ക് ശ്രീരാമ വിഗ്രഹം, ബാലരൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യം പകരുക എന്ന വൈദിക വിധിപ്രകാരമുള്ള കർമ്മം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന അതാണ്. ആ ദേവചൈതന്യം പകരുന്ന പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് ഈ 84 സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയാക്കണം. 12:21 മുതൽ 12:31 വരെയുള്ള സമയത്തിനിടയിലെ 84 സെക്കൻഡാണ് അത് തീർക്കേണ്ടത്. അത് കഴിഞ്ഞ് അതോടുകൂടി പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകും. ഏതാണ്ട് 12:55 വരെ അനുബന്ധ ചടങ്ങുകൾ അവിടെ ഉണ്ടാകും. അതായത് ഏതാണ്ട് 11:30 മുതൽ 12:55 വരെ നീളുന്ന ഏതാണ്ട് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ പ്രതിഷ്ഠയുടെ ആകെ ചടങ്ങുകൾ. അതിനുശേഷം കൃത്യം 1 മണിക്ക് പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്ന ആൾക്കൂട്ടത്തെ, പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്ന അതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാകും. ഇപ്പോഴത്തെ PMOയുടെ ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ 1 മണി മുതൽ 2 മണി വരെയാണ് അദ്ദേഹത്തിന്റെ അഡ്രസ് അവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. 7000-നും 8000-നും ഇടയിൽ ആളുകളാണ് അവിടെ ആ സമയത്തുണ്ടാവുക. അതിന്റെയൊക്കെ മുഴുവൻ തത്സമയ വിവരങ്ങളും തത്സമയ സംപ്രേഷണവും ഉണ്ടാകും. ആ ചടങ്ങുകളാകെ മുഴുവൻ ആളുകളെയും കാണിക്കുന്നതിന് വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തേക്കുള്ള എല്ലാ വഴികളും ഇപ്പോൾ അടച്ചു. ഞാൻ നിൽക്കുന്നത് അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാംപഥ്, രാമവഴി എന്ന് പറയുന്ന രാംപഥിലാണ് നിൽക്കുന്നത്. രാംപഥിന്റെ എല്ലാ സൈഡിലും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആളുകൾ കൂടി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ മുതൽ, അതായത് ഏറ്റവും തുടക്കത്തിൽ ഈ രാംപഥ് തുടങ്ങുന്നത് ഒരു ചൗക്കിൽ നിന്നാണ്. ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏറ്റവും അധികം ശ്രീരാമ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള ലതാ മങ്കേഷ്കർ, ഇവരുടെ പ്രിയപ്പെട്ട, എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്, ഇവരുടെ പ്രിയപ്പെട്ട ലതാജിയുടെ സ്മരണ നിലനിർത്തുന്ന ലതാ മങ്കേഷ്കർ ചൗക്ക്, അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ രാംപഥ് ശ്രീരാമ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് കവാടം വരെ നീളുന്നുണ്ട്. അവിടെ മുതൽ ലതാ മങ്കേഷ്കർ ചൗക്ക് മുതൽ ശ്രീരാമക്ഷേത്രത്തിന്റെ കവാടം വരെ നീളുന്ന രാംപഥിൽ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ വരും. വിവിധ കലാപരിപാടികൾ, ഓരോ പ്രദേശത്ത് വിവിധ കലാപരിപാടികൾ ഇങ്ങനെ അരങ്ങേറുകയാണ്. രാവിലെ ഏതാണ്ട് ഒരു 5 മണിക്ക് തുടങ്ങിയതാണ് ഈ കലാപ്രകടനങ്ങൾ. ഇവിടെ ശബ്ദമുഖരിതമാണ്, എല്ലായിടത്തും മേളങ്ങളാണ്. ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന കലാകാരന്മാർ, അതായത് മേള വിദ്വാൻമാര് ക്ഷേത്രത്തിനകത്ത് മംഗളധ്വനി മുഴക്കുക എന്നൊരു ചടങ്ങ് ഇതിന്റെ ഭാഗമായുണ്ട്. അതവിടെ അല്പസമയത്തിനകം തുടങ്ങും. പ്രധാനമന്ത്രി എത്തുന്നതിനും അത്തരം ചടങ്ങുകൾ തുടങ്ങും. ഇപ്പോൾ
രാംലല്ല അഞ്ചു വയസ്സ് പ്രായമുള്ള രാമൻ, ശ്രീരാമന്റെ ബാലരൂപമാണ് ആ വിഗ്രഹത്തിലുള്ളത്. രാംലല്ല ഇന്നലെ ശയ്യയിലായിരുന്നു, അത് ഉറങ്ങുകയായിരുന്നു. ആ ജാഗ്രതയിലേക്ക്, ആ രാംലല്ലയെ ജാഗ്രതാക്കുക, ഉണർത്തുക എന്ന വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ രാവിലെ തുടർന്നു. പിന്നീട് അഭിഷേകവും മറ്റും നടന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചിരിക്കുന്ന തീർത്ഥജലം കൊണ്ടുള്ള അഭിഷേകമാണ് എത്തിയത് ഇവിടെ ഉപയോഗിച്ചത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ജനക്പൂരിൽ നിന്നും, അതായത് സീതാദേവിയുടെ നാടെന്ന് കരുതുന്ന നേപ്പാളിലെ ജാനകിപുരം എന്ന് പറയുന്ന ജനക്പൂരിൽ നിന്നെത്തിയിരിക്കുന്ന തീർത്ഥജലം കൊണ്ടുള്ള സ്നാനവും ആ കൃഷ്ണശില വിഗ്രഹത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിഗ്രഹം, ആ രാംലല്ല ഉണർന്നു എന്നാണ് വൈദിക വിധി പ്രകാരമുള്ള സങ്കല്പം. ഇനി അതിലേക്ക് ദേവചൈതന്യം പകരുക എന്നതാണ്. അതാണ് ഈ 84 സെക്കൻഡുകൾക്കുള്ളിൽ 12:29 മുതൽ 12:31 വരെയുള്ള ആ സമയത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന്റെ യജമാന സ്ഥാനത്ത് നിൽക്കുക. ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന വേദപണ്ഡിതൻ, കാശിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദപണ്ഡിതനാണ് ആ ചടങ്ങിലെ വൈദിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇതിനോടകം പ്രമുഖരുടെ നീണ്ട നിര ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രജനീകാന്തിനെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അല്പസമയം മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബോളിവുഡിലെ പ്രമുഖരായ താരങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തെന്നിന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള താരങ്ങൾ എത്തിയിട്ടുണ്ട്. ധനുഷ് അടക്കമുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം തയ്യാറാക്കി. ശരി വിജയൻ, അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അയോധ്യ നഗരവും പരിസരവും ഒക്കെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. നഗരത്തിലെങ്ങും ഒരു ഉത്സവാന്തരീക്ഷമാണ് ഉള്ളത്. പ്രധാനമന്ത്രി എത്തിയ ശേഷം അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. ഏതായാലും 1 മണിക്കൂർ സമയം അദ്ദേഹത്തിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് PMO. മാത്രമല്ല, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആയ വൈദിക വിധി പ്രകാരം ദേവചൈതന്യം മൂർത്തിയിലേക്ക് പകർന്നു നൽകുന്ന സമയം എന്നത് 12:29 മുതൽ 12:31 വരെയുള്ള 84 സെക്കൻഡാണ്. ഒരുപക്ഷെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയം എന്ന് പറയാവുന്നത്, ആ മുഹൂർത്തം എന്ന് പറയാവുന്നത് ഈ സമയമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായിരിക്കുന്നു. വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നാളെ മുതലാണുള്ളത്. വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അയോധ്യയിലെത്തും. അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. S. വിജയകുമാർ, രാധാകൃഷ്ണൻ എന്നിവർ അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്.